എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഓവർസിയർ ഗ്രേഡ് 1 PWDയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഓൾറെഡി റിലയൻ്റ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. നമുക്ക് പ്രീവിയസ് ഇയർ സിലബസാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് വെച്ച് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നമ്മൾ അതിൻ്റെ ആക്ച്വൽ സിലബസ് എന്ന് പറയുന്നത് എക്സാമിന് 2 മാസം മുന്നേ മാത്രമേ PSC പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം 2 മാസം കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ജനുവരി ലാസ്റ്റ് വീക്കായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി നമുക്ക് എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എക്സാമിനേഷന് മുമ്പായിട്ട് അതിന് ഏകദേശം 4-5 മാസത്തെ പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സിലബസിനെ പറ്റി നമുക്ക് ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ദെൻ നമുക്ക് അതിൻ്റെ ക്ലാസ്സുകളിലേക്ക് പോവാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന മെയിൻ ടോപ്പിക്കാണ് വരുന്നത്. ഇതിനകത്ത് വരുന്ന സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡയോഡ്സ്, റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, FET എന്ന് പറയും, ഓപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആൻഡ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ, A to D and D to A കൺവേർട്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സിൽ വരുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് നിങ്ങൾ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ള കംപ്ലീറ്റ് സിലബസിൻ്റെ കവറേജിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം ഓരോ സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 40 to 50 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന്, ഈ ഒരു ഒറ്റ ടോപ്പിക്ക്, ഇത്രയും ഇലക്ട്രോണിക്സ് സർക്യൂട്ട്സ് ആൻഡ് ഡിവൈസ് എന്ന് പറയുന്ന ടോപ്പിക്സ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റിലയൻ്റ് അക്കാദമി. ഓൺലൈനായിട്ടും റെക്കോർഡഡ് മോഡിലുമാണ് ക്ലാസ് തരുന്നത്. നിങ്ങളുടെ ഒരു എപ്പോഴാണ് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം, ആ ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കയറി കാണുകയും പഠിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ എല്ലാ മെറ്റീരിയലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ടെസ്റ്റുകളുണ്ട്. ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റുകൾ എത്രത്തോളം എഴുതുന്നു അത്രയും നമ്മൾ എക്സാമിനേഷന് കൂടുതൽ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവലും കൂടിക്കൊണ്ടിരിക്കും, നമ്മുടെ നോളജ് ലെവലും കൂടിക്കൊണ്ടിരിക്കും. സോ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ പാർട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? നെറ്റ്വർക്ക്സ്, അറ്റനുവേറ്റർ, ആൻറ്റിനാസ് ആൻഡ് പ്രൊപ്പഗേഷൻ, മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, FM ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് FM റിസീവേഴ്സ്, ഫേസ് മോഡുലേഷൻ ആൻഡ് പൾസ് മോഡുലേഷൻ, മൈക്രോഫോൺസ് ആൻഡ് ലൗഡ് സ്പീക്കർ, ഓഡിയോ റെക്കോർഡിംഗ് ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് മോണോക്രോം ടെലിവിഷൻ ആൻഡ് കളർ TV. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് റെഡാർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെലിഫോൺ സിസ്റ്റം, ഫാക്സ് മെയിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം and digital communication, digital codes and digital modulation techniques and data sets and interconnection. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത്. ഇവിടെയും നമുക്ക് 40 to 50% ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഫസ്റ്റ് പാർട്ടിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു 40 ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടുന്ന് ഒരു 40 ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 2 പാർട്ടും കവർ ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് 80% പാർട്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷൻ പാർട്ടാണ് ഈ വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. 45 ക്വസ്റ്റ്യൻസ് ആണ് ഈ കമ്മ്യൂണിക്കേഷൻ പാർട്ടിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സാറ്റലൈറ്റ് സിസ്റ്റം, ജിയോ സ്റ്റേഷനറി സിങ്കർണസ് സാറ്റലൈറ്റ്സ്, ആക്റ്റീവ് ആൻഡ് പാസീവ് സാറ്റലൈറ്റ്സ്, ആൻറ്റിനാസ്, സാറ്റലൈറ്റ് സർവീസസ്. ഇത്രയുമാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ വന്നിരിക്കുന്നത്. ദെൻ അടുത്ത ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സെല്ലുലാർ ഫോൺ, സിംപ്ലിഫൈഡ് സെല്ലുലാർ ടെലിഫോൺ സിസ്റ്റം, ഇൻ്റർഫേസ് ആൻഡ് സാറ്റലൈറ്റ് മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സ്, ദാറ്റ് ഈസ് TDMA, FDMA, CDMA ആൻഡ് ഡിജിറ്റൽ സെല്ലുലാർ സിസ്റ്റം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഒരു 20 ക്വസ്റ്റ്യൻസ് ഈ തേർഡ് പാർട്ടിൽ നിന്നും ഫോർത്ത് പാർട്ടിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു റിലയൻ്റ് അക്കാദമി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് എല്ലാവരും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രീ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരു ഓവർസിയർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 എന്ന് പറയുന്ന ഒരു നല്ലൊരു ജോബിലേക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പ്രിപ്പറേഷൻ വഴി നിങ്ങൾക്ക് നടന്നു കയറാൻ പറ്റും. അപ്പോൾ അതിനുള്ള എല്ലാ വഴികളും ഞങ്ങൾ തുറന്നിരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. താങ്ക് യു.